ഇതേ കുറച്ച് വെള്ളം ഇതിലേക്ക് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ പച്ചമുളകൊക്കെ വാടിപ്പോയിട്ടോ. ഒരു ബക്കറ്റ് വെള്ളം. അച്ചു കുമ്പളവള്ളി നോക്കടി അച്ചു അയക്കുന്നത്. വെള്ളമില്ലാത്ത സമയത്താണ് എല്ലാതും അമ്മയ്ക്ക് കുഴിച്ചിടാൻ തോന്നുള്ളൂ. വെള്ളമുള്ള സമയത്ത് കുഴിച്ചിടാൻ തോന്നില്ല അറിയില്ലേ. അപ്പോഴേ നമ്മുടെ മുരിങ്ങയൊക്കെ അമച്ചു വന്നോട്ടോ. ശംഖുപുഷ്പത്തിന്റെ ശക്തി പിടിക്കണ്ട. ഇങ്ങനെ എന്താ അത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലല്ല, ചെറിയ ചെടികളല്ലേ, അതൊക്കെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വരുന്നത്? മഴ ഒന്ന് ഇതായി പെയ്ത് ഇവിടെ നമ്മളില്ലേ ശംഖുപുഷ്പത്തിൻ്റെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ഇവിടെ വെച്ചിട്ട് കുഴിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ സിന്ധു തന്നതായിട്ടാ. ഉണ്ടാവട്ടേലേ, ഇതവിടെ ഉണ്ട് ചെടിയല്ലേ, നീല ശംഖുപുഷ്പമാണ്. നീല ശംഖുപുഷ്പം. ഇന്ന് നമുക്ക് കള്ളിച്ചെടി ഇങ്ങനെ വെച്ചിട്ട് ആർക്കറിയാം. ഇന്ന് നമുക്ക് നമ്മുടെ വലിയനാലേക്ക് പോയാലോ, വെറുതെ അവിടെ കാണാൻ. നമ്മുടെ എപ്പോഴും നമ്മുടെ ഈ വീടും പരിസരവും മാത്രമല്ലേ കാണുള്ളൂ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ നാട് കാണിച്ചു തരണ്ടേ? വേണ്ടേ? ചോട്ടിക്കല്ലതാ, ഞാൻ നിർത്തുകയാണ്. ആകെ കുറച്ച് വെള്ളം കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ ചളിയായിരുന്നു കേട്ടോ ഈ ചുമരിൽ. അതൊക്കെ ഉറച്ച് കഴിയപ്പോൾ ഒരു വൃത്തിയായി. ഇന്ന് ചാണകം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് മഴ പെയ്യുമോ നോക്കട്ടെ, എന്നിട്ടേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടെന്നറിയോ, ചാണകം തളിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇത് നമ്മുടെ ആ ഫങ്ഷൻ സമയത്ത് ഇത് കൊണ്ടുവന്നതാണ്. ഐസ്ക്രീം കൊണ്ടുവന്ന പെട്ടിയാണ് കേട്ടോ. പിന്നെ അവർ കൊണ്ടുപോയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇവിടെ ഇട്ടിട്ടില്ല, ഇതിൽ നമുക്ക് നിറയെ മണ്ണ് നിറച്ചിട്ട് വെള്ളം നിറയ്ക്കാൻ പറ്റുമോ? വെള്ളം നിറയ്ക്കാൻ പറ്റുമോ? വെള്ളം നിറച്ച് എന്നാൽ വെള്ളം നിറച്ച് വയ്ക്കുക. എന്നാൽ ഈ ചെടിക്ക് ഒഴിക്കാനുള്ള വെള്ളം കിട്ടില്ലേ. അപ്പം നമുക്കില്ലേ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടം കാണിച്ചു തരാം കേട്ടോ. ഒരു ചുറ്റുവട്ടം എപ്പോഴും നിങ്ങൾ കാണുന്നത് ഇത് മാത്രമല്ല, ഈ കാടുകൾ ഏട്ടാ, ഫുൾ കാട് മാത്രമല്ലേ കാണുന്നത്. പിന്നെ ഈ മാല എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് ഞാൻ എൻ്റെ അച്ചുട്ടിക്ക് വാങ്ങിക്കൊടുത്ത മാലയാണ് കേട്ടോ. കണ്ടോ? അപ്പം അച്ചുട്ടി ഇടുന്നേ ഇല്ല. അപ്പം ഞാൻ ഇന്നില്ലേ അവിടെ കിടക്കണ. അപ്പം ഞാൻ എടുത്തിട്ടതാണ്. ഈ ഒരു ചെറിയ സാധനം ഇട്ടിട്ട് പിന്നെ ഇതിടുമ്പോൾ നമുക്കില്ലേ എന്തോ പോലെ തോന്നുന്നുണ്ട്. രസമുണ്ടായിട്ടത്. നന്നായിട്ടുണ്ട്. കളിയാക്കിയതാ കാര്യം. നന്നായിട്ടുണ്ട് പറഞ്ഞു കളിയാക്കലാണ്. എന്നാ വരും പോവാ. ഇതാ കണ്ട, നമ്മുടെ ഇവിടെ മുല്ലമൊട്ടുകളാവാൻ തുടങ്ങിട്ടോ. പക്ഷെ ഇത്രയും നല്ല ഇതൊക്കെ നമ്മളിങ്ങനെ വെട്ടി കളഞ്ഞിട്ടാണ്. ഇപ്രാവശ്യം വെള്ളം നനവും കമ്മിയാണല്ലോ. എന്നിട്ട് തന്നെ ഇപ്പോൾ എന്തോ ഭാഗ്യത്തിനില്ലേ ജലനിധിയിൽ വെള്ളം വന്നിക്കണോട്ടൊന്ന്. എന്താ അതും കൊണ്ട് രക്ഷപ്പെട്ടൊക്കെയാണ്. ഈ എന്താ കിണറ്റത്തെ വെള്ളം അടിയായിട്ട് നമുക്ക് തേവണമെങ്കിൽ ഏട്ടനെ അനിയനും ഒപ്പം ഉണ്ടെങ്കിലാണ് കേട്ടോ അതിൻ്റെ അടിയിൽ ഇറങ്ങിയിട്ട് അത് കിണർ വൃത്തിയാക്കാൻ പറ്റും, പാറയായതും കൊണ്ട്. പിന്നെ എന്താ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ആദ്യം കുഴൽക്കിണറല്ലേ ചെയ്യാന്ന് പറഞ്ഞിരുന്നു കേട്ടോ. നമ്മുടെ അപ്പത്തെ സാഹചര്യത്തിൽ കുഴൽക്കിണർ അടിക്കുകയല്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട് വാർത്ത് കിട്ടി ആക്കണമെന്നേ നമ്മൾ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ആദ്യം ലക്ഷ്യമില്ലാണ്ടല്ല, നമ്മൾ ആകെ 4 ലക്ഷം രൂപയും കൊണ്ട് ഈ വീടൊന്ന് വാർത്ത് കിട്ടണമെന്ന് മാത്രമേ നമ്മളന്ന് ചിന്തിച്ചുള്ളൂ. അതുകൊണ്ടാണ്, അല്ലാതെ 2 ലക്ഷം കിണറിന് പോകും. പിന്നെ 2 ലക്ഷം കൊണ്ട് പിന്നെ നമ്മൾ കിണർ എന്താ ഇവിടെ ഒരു ചേച്ചി പറഞ്ഞിരുന്നു അപ്പോൾ അതും കൊണ്ടാണ് കേട്ടോ. അന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളും കൂടി നോക്കണല്ലോ. അപ്പോൾ നമ്മള് ഇതൊന്നും നമുക്കറിയാണ്ടല്ലേ. പോവാ. ഇതാ നമ്മുടെ വത്സരയുടെ വീടാട്ടോ. അത് കണ്ട പണ്ടത്തെ ഒരു വീട് കണ്ടില്ലേ. ഇത് തൊട്ടപ്പുറത്താണ് വീട് കണ്ടിട്ട് കാര്യമില്ല, അയൽവീടൊക്കെ അപൂർവമായിട്ട് അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്റെ വീട് കാണിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഒരു പണ്ടത്തെ ഒരു വീടാണ് കേട്ടോ. നമ്മുടെ വീടിൽ നിന്ന് കഴിഞ്ഞിട്ട് വത്സരയുടെ വീട് കഴിഞ്ഞ് തൊട്ട വീട് കണ്ട. എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രയും വർഷം, ഈ 2 വീടും നല്ല വർഷങ്ങൾ പഴക്കമുള്ള വീടുകളല്ലേ കേട്ടോ. ഏറ്റവും പഴക്കമുള്ള ഇതാണ്. ഇത് അത് 2 നിലയാണ്, ഇത് 2 നിലയാണ് കേട്ടോ. പക്ഷെ ഇതിൽ കുറേ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് രാധേടത്തിയുടെ വീടാണ് കേട്ടോ. നമ്മൾ വിറകിന് പോയില്ലേ, തറവാട് വീട്. നിനക്ക് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ എടുത്തിട്ടത് അല്ലേ.
പിന്നെ ഒരു വീട് കഴിഞ്ഞ് പിന്നെ കുറച്ചിങ്ങനെ സ്ഥലം വിട്ടിട്ട് ഇവിടെ വീടുകളുണ്ടായിരുന്നു, അതിന് വലിയൊരു വീടുണ്ടായിരുന്നു. അതെ എന്നിട്ട് ആ അറ്റത്തായിട്ട് അവിടെ ഒരു വീടുണ്ടായിരുന്നു. ഇടിച്ചൊക്കെ ഉണ്ടായിക്കണ നോക്കിയൊക്കെ. അതിനൊക്കെ ആരോ ഒരാൾ മരണപ്പെട്ടു, അങ്ങനെ വീട് ഒഴിവാക്കിട്ടാണ്. എന്ത് അവിടെ ഒരു കൂന പോലെ കണ്ടില്ലേ, അവിടെ ആയിരുന്നു വീട്. അന്നൊക്കെ അവിടെ അടുത്തടുത്ത് വീടുകളതാ. അത് ശരിയാ. ഈ ഭാഗത്തായിട്ട് വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു, അതിൽ ചക്ക എന്തും മധുരാന്ന് വെച്ചിട്ടാ. അവിടെ നീർമയുടെ തൊട്ടടുത്തായിട്ടൊരു മൂച്ചി ഉണ്ടായിരുന്നു, അതിൽ അതേപോലെ ഒരു പ്രത്യേക ടേസ്റ്റ്. ഒരു പ്രത്യേക ടേസ്റ്റിലെ മാങ്ങ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഇങ്ങനെ മാങ്ങക്കാലം ചക്കക്കാലം കഴിഞ്ഞ് ഇത് കൂടെ തന്നെയായിരുന്നു നമ്മുടെ കളിസ്ഥലങ്ങളൊക്കെ. ഇതൊക്കെ തന്നെ ഇവരെയൊക്കെ ഇതിലെല്ലാം ഈ ചുറ്റുവട്ടത്ത് മൊത്തം എല്ലാ വീട്ടിലും ഉണ്ടാവും. ഇതാണ്ടോ ഈ വഴി കണ്ടോ, ഈ ഇങ്ങനത്തെ വഴികൾ ഇനിയിപ്പതാ ഈ വഴികളൊക്കെ ഇപ്പൊ വഴിക്ക് വലുതായതാ. ഇനി ഇത് പോവാണ് കേട്ടോ, ഇത് ഇവിടെ വലുതാവും, വലുതാവാൻ പോവാണ്. അപ്പൊ പിന്നെ നമ്മുടെ പഴയ ഈ ഒരു രീതിയൊന്നും കിട്ടുന്നില്ല. പിന്നെ ആ അലറി കാണിച്ചു കൊടുക്കട്ടാ, ഇത് നമ്മുടെ ജ്യോതി ചേച്ചിയുടെ വീട് കേട്ടോ. ഇതാണ് നമ്മുടെ വീടില്ലേ, ഒരു വീട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് മറ്റേ വീടുകൾ വരുന്നത്. ഇങ്ങനെയാ നല്ലതേ, തൊട്ട് തൊട്ട് വീടാകുമ്പോൾ ഒരു പ്രൈവസി ഉണ്ടാവില്ല. ഈ വീട്ടിൽ വർത്താനം പറഞ്ഞ മുഴുവൻ വീട്ടുകാർ കേൾക്കും. ഇതാകുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇന്ന് എല്ലാവരും അടുത്തടുത്താണ്. ഇനി ആരും എന്താ ഇതും ഇല്ല അല്ലേ. ഇവിടെ ഒരു വലിയൊരു തറവാട് വീടുണ്ടായിരുന്നു കേട്ടോ. കുറേ വീടുകളൊക്കെ പോയി. ഇപ്പോൾ എത്ര വീടുകൾ പോയി വെച്ചിട്ടാലേ, കുറേ വീടുകൾ പോയി. പിന്നെ ഇതാണ്ടോ, ഇതൊരു മരം, എത്ര വലിയ മരം വെച്ചിട്ടാ ഇത്. ഇതൊരു തണൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ അല്ലേ. ആൾക്കാരെ ഇങ്ങനെ പിടിച്ച് വലിക്കാനുള്ളത് കുറേ കഴിയുമ്പോഴേക്കും ആവും തോന്നുന്നുണ്ട്, വെട്ടാതിരുന്ന് കഴിഞ്ഞാൽ. എവിടെ? അവിടെ അല്ലേ മരത്തിന്റെ 4 പുറം. ഇതാണ്ടോ മരം അതിന്റെ ഉള്ളിലാണ്. ഇതിന്റെ ഉള്ളിലേ അതിപ്പോ ഇങ്ങനെ വേരിറങ്ങി ഈ ഇറങ്ങുന്ന വേര് അതുപോലെ ഇറങ്ങി ഇറങ്ങിയിട്ട് എത്ര വട്ടം കൂടി വരുന്നുണ്ട്. അത് മുത്തശ്ശൻ മരം. ഇതാണ് നമ്മുടെ അങ്കലവാടി കണ്ടോ, നമ്മുടെ പൊന്നു വരുന്നത്. നമ്മുടെ അമ്മു അച്ഛനും ഒക്കെ പഠിക്കുന്ന അങ്കലവാടി. പഠിച്ച അങ്കലവാടി. ഇതാണ് കേട്ടോ, എത്ര ദൂരേ ഉള്ളൂ അല്ലേ. അതെ, എത്ര ദൂരേ ഉള്ളൂ. പിന്നെ അത് ഞാൻ പറയാറില്ലേ, സുന്ദരി എടുത്തി പറയാറില്ലേ, അവരുടെ വീട് അപ്പുറത്ത്. ശ്രീധര അടുത്തമ്മയുടെ വീട്. അങ്ങോട്ട് പോകണില്ല കേട്ടോ, ഞങ്ങൾ ഇങ്ങോട്ട് തിരിക്കുകയാണ്. എന്താ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ സുകന്യ യോഗ ചെയ്യണത്. യോഗ സെന്റർ മേലെയല്ലേ? യോഗ സെന്ററാണ് മേലെ, മുകളിൽ യോഗ സെന്ററാണ്. ഇവിടെ നിറച്ച് ചെടികളുണ്ടാവും കേട്ടോ ഈ അങ്കലവാടിയുടെ. വേറെ സാധനം കണ്ടില്ലേ, പുളി വെണ്ടയ്ക്ക. ഞാൻ കാണിച്ചു. ഇതില്ലേ, ഇതാണ് കേട്ടോ പുളി വെണ്ടയ്ക്ക. കണ്ട ഇതിൻ്റെ ഈ എതളുകളൊക്കെ അല്ലേ ഉണ്ട്. പക്ഷെ ഇതില്ലേ നല്ല പുളിപ്പാട്ടോ. നമ്മുടെ ഉണക്കമീനൊക്കെ ഇതിട്ടിട്ട് വറ്റിക്കും. വറ്റിച്ച് കഴിഞ്ഞ് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് പുളിയുടെ പകരം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇപ്പം തന്നെ നോക്കിക്കോട്ടാ. അതവിടെ ഇരുന്നോട്ടെ, അത് ഇറക്കണ്ട. ഇവിടെ ഇഷ്ടംപോലെ കുട്ടികളുള്ളതാ, മക്കൾ കഴിച്ചോട്ടെ, നമ്മളായിട്ട് ഇറക്കണ്ട. പൊന്നൂസിനൊക്കെ കിട്ടും. അതിനെ ആദ്യമായിട്ട് കഴിക്കുക തോന്നുന്നുണ്ടേ. ആദ്യമായിട്ട് കഴിക്കണല്ലേ, എത്ര പേരല്ലേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ അഹങ്കാരം. ഞങ്ങളുടെ എന്താ ചുട്ടി അഹങ്കാരം തന്നെയാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു അങ്കലവാടി ഉണ്ട്. നമ്മുടെ മക്കളെയൊക്കെ നന്നായി പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ സംഭാരം ഉണ്ടാക്കാനുള്ള നാരകത്തിന്റെ ഇല കേട്ടോ. അതല്ല രസം. നോക്കി ഒരു കിളിക്കൂടൊക്കെ കണ്ട കണ്ട. ഇതില് സംഭാരം ഉണ്ടാക്കുമ്പല്ലേ നീ അയ്യോ ഞാനതവിടെ ഇരിക്കുന്ന അവര് അങ്ങ് ഇട്ടു കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ തലമുടി അങ്ങനെ കിട്ടുന്നില്ല, ഇങ്ങനെ അമ്മച്ചിക്കെട്ട കിട്ടുള്ളൂ. അപ്പല്ലേ ഇന്ന് എന്തായാലും ഒരു മാറ്റം വേണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കെട്ടിയതാണ്. അതാണെങ്കിലോ അച്ചുവിൻ്റെ എടുത്തിട്ട് കെട്ടുകയും ചെയ്തു. അപ്പം തുടങ്ങിയതാണ് അച്ചു, അമ്മ അതഴിക്കുക അമ്മ അതഴിക്കുക പറയുന്നു. ഇവിടുന്ന് കണ്ടോ ഈ എന്താ നമ്മൾ അച്ചു അമ്മും കണ്ടോ അവിടെ ഒരു വലിയൊരു ഷാര ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന മൂന്ന് നിലയുള്ള വലിയൊരു വീടുണ്ടായിരുന്നു. അതൊക്കെ പോയി. അവിടെ ആ സ്ഥലത്ത് കോഴി ഫാം കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കാലൊക്കെ നാട്ടിയിരുന്നില്ലേ? ഇല്ല, ഇവിടെ അംഗനവാടി ഉണ്ടാവുകൊണ്ട് ഇവിടെ ആരും പെർമിഷൻ കൊടുക്കാണ്ട് അവർക്ക് കെട്ടാൻ പറ്റിയില്ല. ഷെഡൊക്കെ കെട്ടി, പക്ഷെ നടത്താൻ പറ്റിയില്ല. അല്ല ഈ ഗേറ്റ് കണ്ടില്ലേ, അവിടെ ഒരു ഗേറ്റ് കണ്ടില്ലേ, അവിടെ ഗേറ്റ് കണ്ടില്ലേ,
ആ ഗേറ്റ് അതിലുണ്ടായിരുന്ന ഗേറ്റ് ആ പണ്ടത്തെ വീടിൻ്റെ ഗേറ്റാണ്. ഗേറ്റ് മാത്രമല്ല വേറെ ബാക്കിയുള്ളതൊക്കെ പോയി. ഗേറ്റ് അമ്മയുടെയൊക്കെ കല്യാണം കഴിഞ്ഞ ആ സമയത്തൊക്കെ അമ്മ ഇവിടേക്ക് വന്നിരുന്നു. വെറുതെ ഓരോ വീടുകൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികളങ്ങനെ ഓരോ വീടുകൾ കൊണ്ടുപോയി കാണിക്കും, പരിചയപ്പെടേണ്ട. അയൽപക്കത്തോടെ കൊണ്ടുപോയി കാണിക്കുക. ഇതും ഇവിടെ ഒരു ഷാരായിരുന്നു കേട്ടോ. അതാണ്ടോ, ഇതൊരു ഷാരാണ്. ഇത് നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതാണ്ടോ കനാലിൽ നമ്മൾ തിരുമ്പാൻ ഒക്കെ വന്നിരുന്നതാണ് കേട്ടോ. നാച്ചുറൽ പണ്ടൊക്കെ അല്ലേ അച്ചുട്ടി കോസടി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. കോസടി പറഞ്ഞ കടക്ക. അവിടെ പഞ്ഞിക്കടക്ക. അതാതെ വലുതേ ഈ മരാണ്. അപ്പൊ ചക്ക മൂത്ത് പണ്ടത്തെ കളിസ്ഥലാണ് ഏട്ടൻ്റെ. ഇവിടെ 2-3 ചേച്ചിമാരുണ്ട്, അവരുടെ കൂടെ ഊഞ്ഞാലാട്ടം. ഓണസമയമൊക്കെ ഇതവിടെ ഇങ്ങനെ വലിയൊരു എന്തോ ഒരു മരം ഉണ്ടായിരുന്നു, മൂച്ചി എന്തോന്ന് ഓർമ്മയില്ല. അതിൽ വലിയ ഊഞ്ഞാലിട അവർ. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്തുള്ള എല്ലാവരും 10-20 ആളുണ്ടാവും. ഫുള്ള് ടീമുണ്ട് അവിടെ തന്നെ. ജഗ പോക കളിയായിരിക്കും. അതെ, ഞങ്ങളും അതേപോലെ ചന്ദ്രത്തിൽ പോയിട്ടാണ് കളിക്കുക. അത് തറവാടിന്റെ പേരാണ് കേട്ടോ. എത്ര ആൾക്കാരുണ്ടായിരുന്നു അവിടെ? എന്താ പോലത്തെ വീടിന്റെ ഒക്കെ അവസ്ഥ. എനിക്ക് സത്യം പറയാച്ചല്ലേ ഇങ്ങനത്തെ വീടുകളോട് ഭയങ്കര ഇഷ്ടാട്ടോ. പക്ഷെ അത് ഉള്ളിൽ എനിക്ക് പേടിയാണ്. നമുക്കില്ലേ കാരണം നമുക്ക് എന്താ ഇങ്ങനെയുള്ള വീടുകൾ, ആൾ താമസമില്ലാത്ത വീടുകൾ പോകാൻ എനിക്ക് പേടിയാണ് കേട്ടോ, ഉള്ള കാര്യം പറയാലോ. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ എടുക്കുക എന്നല്ല, ഉള്ളിലേക്ക് കയറാൻ പാടുമോ? അതൊക്കെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ, വാതിലും കാര്യങ്ങളൊക്കെ ആരും ഉപയോഗിക്കണില്ലല്ലോ. ഇനി ഒരു വർഷം കഴിഞ്ഞ് വെച്ചാല് എന്താ ഈ വീട് തലയിൽ കൂടെ ഏതൊരു വീട്ടോ. അയ്യോ, ഇങ്ങനെ ഞങ്ങൾ കുറേ കളിച്ചിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ എന്താ വെച്ചാൽ വലുതായി പറയുമ്പോൾ നാണക്കേട് വേണ്ടോ. ഇതേപോലെ ഞങ്ങൾ ആദ്യം ഇപ്പോൾ മുട്ട വേനലാവുന്നതുകൊണ്ട് വെള്ളം കമ്മിയായത്. മറ്റേതാ കൂടെ ഇങ്ങനെ എപ്പോഴും വെള്ളം ഉണ്ടാവുന്ന വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ തിരുമ്പാൻ വന്നു ചോദിച്ചാൽ അവിടെ നിന്ന് ഇവിടെ വന്നിട്ടാണ് നീന്തി അങ്ങോട്ട് പോട്ടോ. പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. അവിടെ എന്ത് ഭംഗിയാലേ. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും കേട്ടോ, എന്നും ഈ കുക്കിങ് മാത്രം കണ്ടോ കഥയ്ക്കുന്ന, എന്നും ഈ കുക്കിങ് മാത്രമല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരണമെന്ന്. പിന്നെ ഈ 2 സൈഡും പാടങ്ങളാണ്. ഇവിടെ നെൽപ്പാടങ്ങളായിരുന്നു. കവുങ്ങ് വെച്ചിട്ട് അങ്ങോട്ട് നോക്കി കാണില്ല. മറ്റേ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ അമ്മമ്മ വീട് ഒക്കെ നമ്മുടെ വീട് കണ്ടായിരുന്നു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണും. അതേപോലെ തന്നെ ഇതൊക്കെ ഫുള്ള് നെൽപ്പാടങ്ങളായിരുന്നു. നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അമ്പലം കാണും. അതാ അവിടെ കാണുന്നതാണ് നമ്മുടെ മണക്കുളങ്ങര അമ്പലം കേട്ടോ. കാണില്ല, ഇപ്പൊ കവുങ്ങായിട്ട് പോയി. അല്ലെങ്കിൽ ശരിക്കും നോക്കി കാണായിരുന്നു. ശരിക്കും നോക്കിയാ കാണായിരുന്നു ഇവിടുന്ന്. നേരെ നോക്കിയാ കാണും. നോക്കി കഴിഞ്ഞാൽ കാണും. തായം കളിക്കെടുക്കായിരുന്നു. പൊള്ളണ്ടട്ടോ, മേല് പൊള്ളു. ഇതാ ഇതേ ഇതും കൊണ്ട് കണ്ടോ ഞങ്ങൾ തായം കളിക്കാൻ എടുക്കായിരുന്നു കേട്ടോ. ആദ്യം ഇങ്ങനെ വെച്ചിട്ട് കണ്ട എരിക്കിൻ പൂവ് പറയും. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാലേ ഇങ്ങനെ തന്നെ ഇതങ്ങനെ നിൽക്കും. പിന്നെയും നമ്മളിങ്ങനെ കണ്ടോ. അപ്പം അങ്ങനെ ഇത് മാത്രമല്ല, ഇത് ഒരു മരുന്നാണ്. ഇതിൻ്റെ ആ ഇല കണ്ടില്ലേ, അത് മുട്ടുവേദനയൊക്കെ ഉള്ള സമയത്ത് എങ്ങനെയാ അത് വെക്കുക? അത് ഒന്ന് എന്താ ഇത് ഒന്ന് വെള്ളത്തിൽ ഒന്ന് വാട്ടുക, ചൂടുവെള്ളത്തിൽ വാട്ടിയിട്ട് നമ്മുടെ വേദന ഉള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞു വെച്ചാലേ നമ്മുടെ വേദന കുറയും കേട്ടോ. വേദന വരുമ്പോൾ അവരെന്താ ചെയ്തിരുന്നതെന്നറിയോ, ഈ എരിക്കിൻ്റെ ഇതാണ്ടോ ഇത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞു വെച്ചാൽ കണ്ടോ ഇതിലൊരു പാല് വരുന്നില്ലേ, ഈ പാല് എടുത്തിട്ട് നേരെ അല്ലെങ്കിൽ ഒരു തുണിയിലോ വെച്ചിട്ട് വെക്കുകയായിരുന്നു അത്രേ. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ആ പല്ലില്ലേ, ആ പല്ലും അതിൻ്റെ അപ്പുറത്തുള്ള പല്ലൊക്കെ ദ്രവിച്ച് പോവും. അപ്പത്തെ ആ സുഖത്തിന് പല്ലുവേദന കുറയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യും. പിന്നെയാണ് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയുക കേട്ടോ. പക്ഷെ ഇത് പിന്നെന്താ, ഇത് കണ്ണിക്കുന്ന ഒരു തുള്ളി ഇതിന്റെ പാലാവാൻ പാടില്ല കേട്ടോ. ഞാൻ എന്നിട്ട് നാള് എന്താ ഇവിടെ അനിയന് എപ്പോഴും ഈ ഇടുപ്പ് വേദന തന്നെയായിരുന്നു. എന്നിട്ട് ഇത് ഇവിടുന്ന് എരിക്കിൻ്റെ ഇല കൊണ്ടുവന്നിട്ട് വെള്ളത്തിലൊന്ന്
ചൂടാക്കും, വാട്ടും. ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊത്തും. അപ്പോൾ കുറേ മാറ്റമുണ്ട്. നല്ല ചന്തണ്ടല്ലോ അല്ലേ? ഞാൻ ആദ്യം സോപ്പും കായെന്ന് വിചാരിച്ചു. കണ്ട സോപ്പും കായൊന്നുമല്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. എന്തിറക്കണ് അതെന്തിനാ അത് വേണ്ട, അത് ചൊറിയണ സാധനമാണ്. പാറകത്തിന്റെ ഇല പോലുള്ള ഇലയാണല്ലോ അല്ലേ? ആ പാറകത്തിന്റെ പൂവ് തന്നെയാണ് തോന്നുന്നത്. ഇത്രയൊക്കെ വലുതാവും? പൂവല്ല, അത് കായാണത് കേട്ടോ. അതന്നെ പാറക എത്ര വലിയ മരമാവും? ഇത് എത്ര വലിയ മരമാണ്? അയ്യോ, സോപ്പും കായ നമ്മൾ നോക്കിയില്ലല്ലോ. സോപ്പും കായ നാള് പച്ചക്ക് നോക്കി, ഉണങ്ങി വീണോന്നുള്ളത് ആയിട്ടുണ്ടാവും ഏകദേശം. ഇപ്പം ആയിട്ടുണ്ടാവും. സോപ്പും കായ അല്ലേ നമ്മുടെ എന്താ വെള്ളി കഴുകാൻ നല്ലതാട്ടോ. ഓ ഈ വെള്ളിയില്ലേ നമ്മുടെ അമ്മൂട്ടിക്ക് വാങ്ങിയ പാദസരമാണ് കേട്ടോ. പക്ഷെ അമ്മു പാദസരം ഇടില്ല, അപ്പോൾ അച്ചുവിന് ഇട്ട് കൊടുത്താണ്. അമ്മൂന് പിന്നെ ഇങ്ങനെ വരാനൊന്നും അധികം ഇഷ്ടമല്ല. അതെ, അത് വൈകുന്നേരം നോക്ക് കറുത്തങ്കായ നിക്കണത് കണ്ടോ, പഴുത്തിട്ട് നിക്കണത് നോക്ക്, കണ്ടോ? അതാ ഇവിടെ മൂല്യം അത് ആരും കണ്ടില്ലാണാവോ? കണ്ടിട്ടെന്താ എങ്ങനെ പോണു? അതാ നോക്ക്, നല്ല മധുരണ്ടാവട്ടെ അത്. ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു കമ്പുണ്ടായിരുന്നു. ഒന്നൊന്നല്ല, ചെടി കുറേ ഉണ്ട് അപ്പുറത്ത്. അതൊന്നും ഇതൊന്നും അല്ല, ഇവിടെ ഒരു കൊമ്പുണ്ടായിരുന്നേ. അയ്യോ, ഇവിടെ ഇതിൻ്റെ ഇനി അത് കൂടെ ഇറങ്ങണ്ടോ? നാളെ വന്നിട്ട് പറിച്ചിട്ട് പോകണം. കണ്ടോ കറുത്തുങ്ങായ നിൽക്കുന്നത്? ഞാൻ കുറേ ദിവസമായിട്ടോ എവിടെ നിന്നാണ് കറുത്തുങ്ങായ. അതൊന്നല്ല എനിക്ക് സങ്കടം. നോക്ക് പഴുത്തിട്ട് 2 നിൽക്കുന്നത്. നല്ല ചാതി നിന്നോട്ടെ, നല്ല മധുരണ്ടാവും. നല്ല മധുരം. ഇവിടെ നമ്മുടെ വീടിൻ്റെ അത് കൂടെ എങ്ങനെയാണ് വെള്ളം വരുന്നതെന്ന് അറിയണ്ടേ? ഇതാ നമ്മുടെ കൈക്കനാൽ കനാലാണ്. പക്ഷെ നോക്ക് കുപ്പിയൊക്കെ നോക്കി പൊട്ടിച്ചിട്ടേക്കണത്. ഇതൊക്കെയാണ് പറ്റാത്തത്. ജോയിന്റ് ആവുന്നത് ജംഗ്ഷൻ ഇതാണ് ഏത് അതെന്ത് മരാണാവേ? പണ്ടത്തെ നമ്മുടെ എന്താ വീട് പൊളിച്ച് മേയണ സംഭവമാണ് കേട്ടോ അത്, പനമ്പട്ട. ഇപ്പോഴൊക്കെ പന അറിയത്തല്ല, അത് വീട് കുട്ടികളെ കണ്ടിട്ടുണ്ടാവില്ല നമ്മള്. ഇതാ കണ്ടോ നമ്മുടെ വലിയ കനാല്. ഇത് കൂടെയാണ് കേട്ടോ, ഇത് തുറക്കുമ്പോൾ ഇത് കൂടെ ഇങ്ങനെ വെള്ളം നമ്മുടെ ചെറിയ കനാലിക്ക് ഇങ്ങനെ പോവും. ഇവിടെ കാണാൻ നല്ല രസമല്ലേ, നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ, കാരണം നല്ല കാറ്റ് വീശണുണ്ട് കേട്ടാ. ഷട്ടർ. പിന്നെ ഇത് നേരെ പോണത് കല്ലടിക്കോട് റോട്ടിക്കാണ് കേട്ടോ. ഇത് നേരെ പോകുമ്പോൾ കല്ലടിക്കോടും, ഈ വഴി നേരെ പോണത് എവിടേക്കാന്നറിയോ? നമ്മുടെ സുൽത്താൻ റോഡ്. സുൽത്താൻ റോട്ടിക്ക് അല്ല, നേരെ പോണത് സുൽത്താൻ റോട്ടിക്കല്ലേ പോവാ? അത് കഴിഞ്ഞിട്ട് പിന്നെയും ക്രോസ് ചെയ്ത് ഏതുവരെ പോകും? അല്ല, ഞാൻ ഈ കനാൽ എത്രത് എനിക്കറിയുള്ളൂ. ആ എക്കോ വരുന്നുണ്ട് അല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി നോക്ക്, അങ്ങോട്ട് കാണിച്ചു കൊടുക്കട്ടാ. വെള്ളമില്ലാത്തത് കൊണ്ട് ഈ കനാലിൻ്റെ ഈ ഭാഗമൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയില്ലേ. നമുക്ക് ഈ കനാലിനില്ലേ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ വന്നിട്ട് എന്നെ പരിചയപ്പെടുത്തിയത് നമ്മൾ ഈ ഭാഗത്ത് വന്നിട്ടാണ്, ഇവിടുന്ന് കുറച്ചപ്പുറത്ത് വന്നിട്ടാണ് കേട്ടോ. നമ്മൾ യൂട്യൂബിൽ വരുന്നതും അതേപോലെ തന്നെ എന്നെ പരിചയപ്പെടുത്തിയതും നമ്മളെല്ലാവരും പരിചയപ്പെടുത്തിയ വീഡിയോ ചെയ്തത് അത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ അതാണ് കേട്ടോ നമ്മുടെ അമ്പലം തൊട്ടടുത്ത്. നമ്മളിത് എന്താണെന്ന് അറിയാം, ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാണിക്കാറില്ല. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലമല്ലേ വരാറുണ്ട്. ഇതിൻ്റെ അപ്പുറത്തൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കുളമൊക്കെ അവർ ഇപ്പോൾ കുളത്തിലൊന്നും വെള്ളമില്ല. പിന്നെ അല്ലേ ഏട്ടനൊക്കെ ഞായറാഴ്ച ഫണ്ടിന് വന്നിരിക്കുന്ന സ്ഥലമാണ്. അതാ ഷെഡ് കേട്ടോ, ഇവിടെ ഇരിക്കും ആ ഷെഡ്. മഴ പെയ്ത ആ ഷെഡിലേട്ടാ. ആ വീഡിയോയിൽ കാണുമ്പോൾ നമ്മുടെ സ്ഥലം കാണാൻ എന്തോ ഒരു ഭംഗിയാണ്. എനിക്ക് അഭിമാനം തോന്നുന്നു പറഞ്ഞില്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇതാ ഇവിടെ വന്നിട്ടാണ് നമ്മൾ വെള്ളമില്ലാത്ത സമയത്ത് തിരുമ്പ് കേട്ടോ. ഒന്ന് ആരോ മീൻ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ചളിയൊക്കെ അങ്ങോട്ട് വാരിയിട്ടൊക്കെ. വെള്ളം വിട്ടിട്ട് വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീനുണ്ടാവേ. രാത്രി നല്ല തിരക്കായിരിക്കും മീൻ പിടിക്കാൻ. ശരിയാ, നല്ല മീനും കിട്ടും കേട്ടോ. പക്ഷേ എനിക്ക് ഈ കനാൽ മീനും പുഴമീനൊന്നും ഇഷ്ടമല്ല. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടോ
ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പം കണ്ടോ കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ മുമ്പിൽ. വിഷുവാകുമ്പോഴേക്കൊക്കെ പോവുകയും ചെയ്യും. വിഷുവാകുമ്പോഴേക്കെല്ലാം പോവും. ഇവിടെ ഒരു കൊന്ന പൂത്തിട്ടുണ്ട്, അവിടെ ഒരു കൊന്ന പൂത്തിട്ടുണ്ട് അല്ലേ. എന്തായാലും കനാൽ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു പോലെ അറിയാം കനാൽ ഇങ്ങനെ കാണുമ്പോഴേ. നമുക്ക് അതിനെ പോവാ. ഇതാട്ടോ നമ്മുടെ അമ്പലം. നമ്മളിത് വീഡിയോയിലൊക്കെ കുറെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അച്ചുട്ടി വാ. നമ്മുടെ പിന്നെന്താ ഇതാണ് കേട്ടോ. ഏകാദശിവിളക്കിന്റെ സമയത്ത് എടുത്തിട്ടുണ്ട്. പിന്നെന്താ ഇതൊന്നല്ല, അവിടെ വലിയൊരു ആലായിരുന്നു. ആലൊക്കെ പോയി, തലപ്പൊക്കെ പോയി. കൊന്നപ്പൂ ഉണ്ടായിരുന്നുണ്ടോ? എന്താ വിഷു ആവുമ്പോഴേക്കും എന്താ നമ്മുടെ ഇവിടെ റെഡിമെയ്ഡ് തൂക്കി വെച്ചേക്കണ കാണണോ കടയിൽ കൂടെ ഏട്ടാ. നമുക്ക് അപ്പൊക്കെ ഉണ്ടാവും. അതാ കണ്ടോ നോക്കിയത്. അതൊക്കെ അപ്പൊ കൊഴിഞ്ഞു പോകും. കൊഴിഞ്ഞു. അത് ശരിയാ. ഇവിടെ ഒരു കൊന്നപ്പൂവ്, ഇവിടെ ഒരു കൊന്നപ്പൂവ്, അവിടെ ഒരു കൊന്നമരം. ഈ ചെറിയ മരത്തിലും കൂടി എങ്ങനെ ഉണ്ടാവും വെച്ചിട്ടാ. ഭഗവാനെ. അതാട്ടോ കുളം. അവിടേക്ക് ഇപ്പൊ അങ്ങോട്ട് പോവാൻ പറ്റില്ല. ആമ്പലില്ല കേട്ടോ. ആമ്പലും ഉണ്ടായില്ലേ? ഉണ്ട് അല്ലേട്ടാ? ആമ്പലും ഇല്ലേട്ടാ? എന്താ അത്? അതിലും മീൻ എത്ര ആയിരിക്കില്ലേ? കുളം കാരണം പണ്ട് ഇപ്പൊ ഒക്കെ കവുങ്ങായി എല്ലാം. പിന്നെ നമ്മുടെ ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ എന്തുണ്ടായിരുന്നറിയോ, ഇപ്രാവശ്യത്തെ വേല കമ്മാളശ്ശേരിക്കാവിക്ക് വേല കൊണ്ടുവരുന്നത് ഈ അമ്പലത്തിന്റെ മുമ്പിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. നല്ല അപ്പോൾ നമുക്കന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലേട്ടാ. ഇതാ ഇവിടെ ഫുള്ളും വൈകുന്നേരം ഇഷ്ടംപോലെ വീടുകളായിരുന്നു. ഒരുപാട് ദൂരം അങ്ങോട്ട് നോക്കിയാൽ നെൽപ്പാടങ്ങളാകൊണ്ട് ഒരുപാട് അറ്റം വരെ നോക്കിയൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 1 കിലോമീറ്റർ ദൂരം നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തുള്ള വീടുകളൊക്കെ കാണാം. നമ്മുടെ കുതിരോട്ട കോളനിയൊക്കെ കണ്ടായിരുന്നു. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ട് ഞാൻ അവിടെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ഇവിടെ അടുത്ത് തന്നെ പറഞ്ഞിട്ട് ഞങ്ങളുടെ 4-5-6 വീടുകളല്ലാതെ അവിടെ ഒരു കോളനി ഉണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു കോളനി ഉണ്ട്. പക്ഷെ അവിടേക്കൊന്നും നമ്മൾ പോയിട്ടേ ഇല്ല അല്ലേ. കാണാൻ അതിന് എന്തെങ്കിലും കല്യാണമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏട്ടന്മാർ പോവും. പിന്നെ നമുക്ക് അങ്ങനെ അധികം ആരെയും പരിചയമില്ല കേട്ടോ. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇന്നിപ്പോൾ സുകന്യനെ എന്താ നമ്മൾ വേറൊരു വീഡിയോയാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ വിചാരിച്ചു അത് 2 ദിവസം കഴിയട്ടെ. എന്തായാലും ഇനി പെരുന്നാൾ തിരക്കും എല്ലാവരും തിരക്കിലായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൻപുറം ഇഷ്ട കാഴ്ചകളും ഒക്കെ കാണാമല്ലോ. അപ്പുറത്തേക്ക് ആൾക്കാർ പോകുമ്പോഴേക്കും നാണക്കടാവും അല്ലേ അച്ചു? എന്താ അച്ചു ഒന്നും മിണ്ടാത്ത്? ആ അപ്പോൾ നാട്ടിൻപുറത്തെ ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് പറഞ്ഞു വെച്ചാൽ നമുക്ക് കാണിക്കാം കേട്ടോ. ഇവിടേക്കാണ് പറഞ്ഞു വെച്ചാൽ ഒരാൾ മനുഷ്യനും ഉണ്ടാവില്ല, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. പന്നി ഉണ്ടാവും, ചിലപ്പോൾ പന്നി ഉണ്ടാവും കാട്ടിൻ്റെ ഉള്ളിൽ. നമ്മളതിന് അയ്യോ ഞാൻ ഈ നോക്ക് കൊന്നപ്പൂ ഇവിടെ വന്നിട്ട് പറിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നോക്കേട്ടാ എങ്ങനെ ഇത് പറിക്കുന്നത്. അയ്യയ്യേ. അപ്പോൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. കൊന്നപ്പൂ ഇത് വെച്ചിട്ട് നമുക്കൊരു ഫോട്ടോഷൂട്ട് എടുക്കണം അല്ലേ അച്ചു? ഒരെണ്ണം മതി. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. സമയം ഇരുട്ടാവാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇതുപോലെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂലേ കേട്ടോ. അതോ നമ്മുടെ നാട്ടിൻപുറം നമ്മുടെ വീട്ടുവിശേഷങ്ങൾ മാത്രമാണോ നിങ്ങൾക്ക് കാണേണ്ടത്? അതും കമൻറ്റ് ചെയ്യൂലേ കേട്ടോ. എന്തായാലും കമൻറ്റ് ചെയ്യുണ്ടോ. കാരണം അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല മല കാണുന്നതാണ് കേട്ടോ. മഴക്കാറ് കയറുന്നുണ്ട്, മഴക്കാറ് കയറുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ചിലപ്പോൾ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഇവിടുന്ന് അതിനെ പോകുമ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ നനഞ്ഞു പോവുള്ളൂ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. നാളെ കാണാം.